പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ പ്രഭാതത്തെ ഓർത്ത് നന്ദി പറയുന്നു. ഈ ദിവസത്തെ ഓർത്ത് നന്ദി പറയുന്നു. പ്രത്യേകമാംവിധം ഈ ദിവസം എല്ലാവർക്കും അനുഗ്രഹത്തിൻ്റെ ഒരു ദിവസമാകട്ടെ എന്ന് അച്ഛൻ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ ഇന്ന് ധ്യാനിക്കുന്ന വിഷയമെന്ന് പറയുന്നത് ദൈവത്തോടുള്ളൊരു പ്രാർത്ഥനയാണ്. ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഇപ്രകാരമാണ്: കർത്താവേ, എൻ്റെ ജീവിതം മുഴുവൻ ദൈവഹിതം അനുസരിച്ച് ജീവിക്കാനുള്ള റിക്വസ്റ്റ്. അപ്പോൾ അത് നമ്മൾ കാണുന്നത് സങ്കീർത്തനം 141:10 ഇവിടെ സങ്കീർത്തനായ ദാവീദ് രാജാവ് പ്രാർത്ഥിക്കുകയാണ്: അങ്ങയുടെ ഹിതം അനുവർത്തിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ, എന്തെന്നാൽ അവിടെ നിന്നാണ് എൻ്റെ ദൈവം. അങ്ങയുടെ ആത്മാവ് എന്നെ നിരപ്പുള്ള വഴിയുടെ നയിക്കണമേ. യേശുവിൽ പ്രിയമുള്ളവരെ, ദാവീദിൻ്റെ മനോഹരമായ ഒരു വിലാപ ഗാനമാണ്, അല്ലെങ്കിൽ വിലാപത്തിൻ്റെ ഒരു പ്രാർത്ഥനയാണ്, ദാവീദിൻ്റെ ഒരു മധ്യസ്ഥ പ്രാർത്ഥനയാണ്. ഇപ്പം ജീവിത യാഥാർത്ഥ്യങ്ങളിൽ അദ്ദേഹം ദൈവത്തെ കൂട്ടുപിടിച്ച്, അല്ലെങ്കിലും ദാവീദ് എപ്പോഴും ദൈവത്തെ കൂട്ടുപിടിച്ചുള്ളൊരു ജീവിതം നയിച്ചതാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ദാവീദ് പ്രാർത്ഥിക്കുന്നത്, ദാവീദിനെ ശത്രുക്കളിങ്ങനെ നശിപ്പിക്കാൻ നോക്കുക. ദാവീദിന് തോന്നുകയാണ് ജീവൻ അവരെ അടിച്ച് നശിപ്പിച്ച് നിലത്തേക്ക് എറിയപ്പെട്ടായി ദാവീദിന് തോന്നുന്നു. ഒരു പ്രത്യേക സാഹചര്യം ദാവീദിന് തോന്നുകയാണ്. ശവക്കുഴിയിൽ കിടക്കുന്നവരെ പോലെ ഇരുണ്ട സ്ഥലങ്ങളിൽ തന്നെ ഇട്ട് നശിപ്പിക്കുക എന്ന് തോന്നൽ വരികയാണ്. ആ സമയത്ത് ദാവീദ് തമ്പുരാൻ്റെ പ്രാർത്ഥിക്കുകയാണ്: ദൈവം വിശ്വസ്തനാണ്, നീതിമാനാണ്, അതുകൊണ്ട് എൻ്റെ പ്രാർത്ഥന കേട്ട് എനിക്ക് ഉത്തരം അരുളയണമേ എന്ന് ദാവീദ് പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ വചനത്തിലൂടെ നമ്മുടെ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന എന്താണ്? ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ എന്നെ പഠിപ്പിക്കണമേ. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുവാനുള്ള വലിയ ആഗ്രഹം ഇവിടെ ഒരു വെളിപ്പെടുത്തുകയാണത്. ഒപ്പം ഈ ഒരു പ്രാർത്ഥനയിൽ നമുക്ക് കാണുന്നത്, ദൈവത്തോടുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവൻ നയിക്കണം. ആ ഒരു ആഗ്രഹം, ആഴമായ ആഗ്രഹത്തെ സൂചിപ്പിക്കുകയാണ്. വീണ്ടും ഇവിടെ പറയുന്നത്, എൻ്റെ ആഗ്രഹമല്ല, മറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന പോലെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും കർത്താവ് എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ പ്രിയമുള്ളവർ, ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള ജീവിതം നയിക്കുവാൻ, ദൈവം ആഗ്രഹിക്കുന്നത് മാത്രം ചെയ്യുവാൻ എന്നെ സഹായിക്കാനുള്ള ഒരു അപേക്ഷയാണ്. മറ്റൊരു കാര്യം, നിരപ്പായ പാതയിൽ നടക്കാനുള്ള ആഗ്രഹം എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ മാർഗത്തിന് അനുസരിച്ച് മാത്രം ആഗ്രഹവും സ്ഥിരതയും എല്ലാം വേണമെന്ന് പ്രാർത്ഥിക്കുക. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വഴികൾ എന്നെ പഠിപ്പിക്കണം. അതിന് കാര്യമുണ്ട്. ദാവീദ് ഏറ്റുപറയാണ്, ദൈവമാണ് എൻ്റെ ദൈവമെന്ന്. എങ്കിൽ പ്രിയമുള്ളവരെ, ദൈവം നമ്മുടെ ദൈവമാണ് ദാവീദ് അംഗീകരിക്കുന്നു. ഏറ്റവും മനോഹരമായത്, ഏത് പ്രതിസന്ധിയാണോ ഏതവസ്ഥയാണോ അവിടെ നിന്നുകൊണ്ട് ആരൊക്കെ എന്നെ ദൈവം നിറവേറ്റുവാൻ തടസ്സം നിൽക്കുന്നു, അതിൽ നിന്നെല്ലാം മോചിപ്പിക്കുവാനും എൻ്റെ ഏതവസ്ഥയിലും നീ ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കാനും പ്രവർത്തിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി ദാവീദ് രാജാവ് പ്രാർത്ഥിച്ചു. എങ്കിൽ പ്രിയമുള്ള സഹോദര സഹോദരി, നമുക്ക് ഇന്ന് പ്രാർത്ഥിക്കാം. ഒന്ന്, ഈ ദിവസം മുഴുവൻ ദൈവഹിതം അനുസരിച്ച് മാത്രം ജീവിക്കുന്ന ഒരു വ്യക്തിയായി മാറുവാൻ. വീണ്ടും നിരപ്പായ പാതയിലൂടെ എന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ, ദൈവം കാണിച്ചു തരുന്ന മാർഗം, അതാണ് നിരപ്പായ മാർഗം. അതിലൂടെ മാത്രം മുന്നേറുവാൻ ശക്തി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് 141:10 വചനമനുസരിച്ച് ഇന്ന് ജീവൻ കരുപിടിപ്പിക്കുവാനും അതനുസരിച്ച് ജീവിക്കാനും ഈ വചനം കേൾക്കുന്ന എല്ലാ മക്കളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം പ്രിയമുള്ളവരെ, നിങ്ങൾ ഈ വചനം കേട്ട് ധ്യാനിച്ച് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ മറ്റു മക്കളുമായി പങ്കുവെക്കണം കേട്ടോ. അവർക്കും ദൈവഹിതം അനുസരിച്ച് ജീവിക്കാനുള്ള വലിയ കൃപ അച്ഛൻ പ്രാർത്ഥിക്കാം. അച്ഛൻ ഈശ്വര ആശീർവാദം. നമ്മുടെ കർത്താവായ ശുമിശാകൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു നല്ല ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു.